നമസ്കാരം. ഏവർക്കും പൗർണമി ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ ശ്രീഹരി. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏതൊരറിവും നമ്മൾ എങ്ങനെയാണ് സ്വായത്തമാക്കേണ്ടത് എന്നുള്ളതാണ്. ഞാനൊരു കുഞ്ഞു ശ്ലോകത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ആ അറിവ് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ആചാര്യപാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാൽ പാദം സ ബ്രഹ്മചാരിഭ്യം പാദം കാലക്രമേണതു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം ആചാര്യപാദമാദത്തെ നമ്മളൊരറിവ് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ 4/1 ഭാഗം മാത്രമാണ് അദ്ദേഹത്തിന് ഏതൊരു ശിഷ്യയ്ക്കും പകർന്നു നൽകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഏതൊരു ശിഷ്യയ്ക്കും തിരിച്ച് പഠിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻ്റെ മിത്രാത്മൻ സാറിന് ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാനൊരു ശിഷ്യയായി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ 4/1 ഭാഗം മാത്രമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ 4/1 ഭാഗത്തിൻ്റെ 4 ഇരട്ടി നമുക്ക് കിട്ടിയ അറിവിൻ്റെ 4 ഇരട്ടി നമ്മൾ വീണ്ടും പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ള പോയിന്റ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അടുത്ത ഭാഗം വരുന്നത് പാദം ശിഷ്യ സ്വമേധയാൽ. അപ്പം നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും ആ കാര്യത്തിൻ്റെ നമ്മുടെ പാഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് റിസർച്ചിലൂടെ നമ്മുടെ ടാലൻറ്റ് നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ അടുത്ത 4/1 ഭാഗം നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് പാദം സ ബ്രഹ്മചാരിഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുമ്പോൾ ഏതൊരു ഗുരുകുലത്തിലാണെങ്കിലും നമ്മുടെ സഹപാഠികളുടെ കൂടെ സ്നേഹിച്ച് സഹകരണത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്ത് നമ്മളുടെ ബുദ്ധിയുടെ മികച്ച ലെവലിലേക്ക് ഏതൊരു ടോപ്പിക്കിൻ്റെയും ഉയർന്ന ലെവലിലേക്ക് പുതിയ പുതിയ തോട്ട്സ് ആശയങ്ങൾ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി മികച്ച രീതിയിൽ ഉയരാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഏതൊരു അറിവ് നമ്മൾ പഠിച്ചാലും ആ അറിവ് നമുക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അടുത്തത് വരുന്നതാണ് പാദം കാലക്രമേണതു എന്ന് പറയുന്നത്. അപ്പോൾ കാലം നമ്മളുടെ സ്വന്തം ജീവിതത്തിലൂടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പകർന്നു തരുന്നതാണ് അടുത്ത 4/1 ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ലോകത്തെ ഏതൊരറിവും പൂർണ്ണ തലത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയായ നമ്മൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ 100% ഫുള്ളായി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിങ്ങളിത് മുന്നോട്ട് ഫോളോ ചെയ്യുക. ഏതൊരു കുട്ടിക്കും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പൗർണമി കൺസൾട്ടേഷൻ നിങ്ങൾ ഏവരും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നമാണെങ്കിലും ഭൂമിദോഷം, വാസ്തുദോഷം, ജോലിക്ക് ബുദ്ധിമുട്ട്, കുട്ടികളുടെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ട്, മുന്നോട്ടുള്ള നിങ്ങളുടെ അഭിവൃദ്ധിക്കുള്ള ബുദ്ധിമുട്ട്, ഏതൊരു സർപ്പദോഷം, ഭൂമിദോഷം, കൂടവത്രം, ഏതൊരു ആഭിചാരദോഷം എങ്ങനെയാണെങ്കിലും ജെം സ്റ്റോൺസിലൂടെ നിങ്ങളുടെ കൃത്യമായ കർമ്മ ക്രമീകരിച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്ത് ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടിയും ഏതൊരു രീതിയിലും നമ്മൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നതാണ്. മുൻജന്മ കർമ്മദോഷം എല്ലാം നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം പൗർണമിയിൽ നിന്ന് കൺസൾട്ടിങ് എടുത്ത് നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പുവരുത്തുക. ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.